കോഴിക്കോട് തൂണേരിയിൽ മുള്ളൻ പന്നി റോഡിന് കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞ് പരിക്കേറ്റ ഡ്രൈവർ മരിച്ചു. നരപ്പറ്റ സ്വദേശി രജിലേഷാണ് മരിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. എ കെ അഭിലാഷ് ഉണ്ട്. എ കെ അഭിലാഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഡോക്ടർ അരുൺ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം. ഭാര്യയ്ക്കൊപ്പമായിരുന്നു ലിജേഷ് കുമാർ ഓട്ടോയിൽ സഞ്ചരിച്ചത്. ഇതിനിടയിലാണ് ഈ തൂണേരിയിൽ വെച്ച് ഈ ഓട്ടോയ്ക്ക് നേരെ കുറുകെ വന്ന ഒരു മുള്ളൻ പന്നി ഇടിക്കുന്നത്. ഉടൻ തന്നെ ഈ ഓട്ടോറിക്ഷ മറിഞ്ഞതോടുകൂടി തന്നെ 2 പേർക്കും പരിക്കേറ്റു. ലിജേഷിനെ മുടക്കലൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുടക്കലൂർ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അതുപോലെ തന്നെ ഭാര്യയ്ക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ തൂണേരിയിലെ തൂണേരി ബാലവാടി ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മുള്ളൻ പന്നി റോഡിന് കുറുകെ ചാടി ഓട്ടോറിക്ഷ മുള്ളൻ പന്നിയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടിച്ചു. ഓട്ടോറിക്ഷ മറിഞ്ഞു. അതിൽ ഡ്രൈവറായ രജനീഷാണ് മരിച്ചത്. ഭാര്യയ്ക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മഴക്കാലമാണ്. പ്രത്യേകിച്ച് പകൽ സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും വേഗത കുറച്ച് തന്നെ പോവുക. 60 കിലോമീറ്ററിൽ താഴെ തന്നെ നിങ്ങൾ സഞ്ചരിക്കണം. അമിത വേഗത എടുക്കരുത്. നേരുള്ള റോഡാണെന്നൊക്കെ നിങ്ങൾ കരുതിയാൽ പോലും നിങ്ങൾ പിടിച്ച സ്ഥലത്ത് നിൽക്കില്ല. വളവുകൾ വരുമ്പോൾ നിങ്ങൾ പിടിച്ചതുപോലെയല്ല വണ്ടി പാളിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ ടാങ്കറുകളെല്ലാം മഴ സമയത്തൊക്കെ എങ്ങനെയാണ് റോഡിൽ നിന്ന് പാളിപ്പോയി മറ്റു വാഹനങ്ങളിൽ ഇടിച്ചതെന്ന് നമ്മൾ നേരത്തെ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിൽ എത്തിച്ചതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ കുറച്ചുകൂടി കരുതലും ശ്രദ്ധയും വേണം. അമിത വേഗത എടുക്കരുത്. മുൻപിൽ പോകുന്ന വാഹനങ്ങളുടെ ഒരു നിശ്ചിത അകലം പാലിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇരു സൈഡിൽ നിന്നും വാഹനങ്ങളോ ഇതേപോലെയുള്ള മുള്ളം പന്നിയോ ഒക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം കരുതുക. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ഡിം ലൈറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ആരെയും നിങ്ങൾ വഴിയിലിറങ്ങി കൊല്ലരുത്.